ഓക്കെ, സോ ജിയോസിയിലെ റിയാക്ഷൻ മെക്കാനിസമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ബേസിക്കായിട്ട് അറിയേണ്ട ടേംസ് എന്ന് പറയുന്നത്, ഇതിൽ ചിലത് വരുന്ന എന്താ പറയുക, നമ്മളിപ്പോൾ റിയാക്റ്റൻ്റ്, പ്രോഡക്റ്റ്, റിയേജൻറ്റ്, ഇതെല്ലാം നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടുവിലുള്ള ടൈം കേട്ടതായിരിക്കും. ഇത് കുറച്ച് ബേസിക്കായിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസിക്സിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട, ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, വാട്ട് ഈസ് ഹോമോലിപ്റ്റിക് ക്ലീവേജ്. ഹോമോലിപ്റ്റിക് ക്ലീവേജ് അല്ലെങ്കിൽ ഫിഷൻ. അതായത് ഇതൊരു കോമ്പൗണ്ടാണ്. ഇതിനെ എന്തെന്ന് പറയുന്നത്, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ട് അവിടെ. ഇത് ശരിക്കും ഈ ഒരു ബോണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും 2 ഇലക്ട്രോൺസ് ആണ്. ഈ 2 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളൊരു സൂചിപ്പിക്കേണ്ടിയിട്ടാണ് ഈ ഇത് ഉപയോഗിക്കുന്നത്, ഒരു ഡാഷ് എന്ന് പറയുന്ന ലൈൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി 2 ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഹോമോലിപ്റ്റിക്കലി എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ എ എന്ന് പറയുന്ന ആൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യൂ, നമ്മൾ ആ ഇലക്ട്രോണിനെ സ്വന്തം നമ്മളിതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇതിലേക്ക്, നമുക്കിപ്പോൾ ചോക്ലേറ്റ്സ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ, ഇത് എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ 2 ചോക്ലേറ്റ് ഉണ്ട്. ഇവിടെ വേറൊരു ചങ്ങയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, അവനും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അത് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിക്കും. കാരണം എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് ചോക്ലേറ്റിനെ വലിക്കും. അതുപോലെ ഈ ചങ്ങ എന്ത് ചെയ്യും, ഈ ചങ്ങയോ ഇവൻ്റെ അടുത്തേക്ക് ചോക്ലേറ്റിനെ വലിക്കും. അതേപോലെയാണ് ഇവിടുത്തെ ഈ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഇവിടെ പോയി, ഒരു ഇലക്ട്രോൺ ഇവിടെ പോയി. ഈ പറയുന്ന ആരോ ഇതിനെ എന്താണ്, നമ്മളെ ഫിഷ് ഹുക്ക് ആരോ എന്നാണ് പറയുക ഇതിനെ, ഫിഷ് ഹുക്ക്. കാരണം ഇവിടെ എന്ന് പറയേണ്ടത്, നമ്മളെ ഈ ഇങ്ങനെ കാണിക്കുന്ന ആരോ ആണെങ്കിൽ 2 ഇലക്ട്രോൺസും ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അർത്ഥം. പക്ഷേ ഈ ഹാഫ് ആരോ സൂചിപ്പിക്കുന്നത് ഒരു ഇലക്ട്രോൺ മാത്രമേ എന്തായിട്ടുള്ളൂ, മറ്റേ ആൾക്ക് കിട്ടിയില്ല. അതാണ് ഇതിൻ്റെ ഫിഷ് ഹുക്ക് എന്ന് പറയാൻ കാരണം. ഒരു വല്ലാത്ത സിമ്പിളാണ്, ഇങ്ങനെ എൻ്റെ സിമ്പിൾ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ എക്സ്ട്രേറ്റ് കിട്ടി, ബിയിനും എക്സ്ട്രേറ്റ് ഒരു ഇലക്ട്രോൺ കിട്ടി. 2 പേർക്കും എന്താണ് ആവശ്യം, ഒരു ചോക്ലേറ്റ്. ഇതിൽ ഇപ്പോൾ 2 പേർക്കും ചോക്ലേറ്റായി. അപ്പോൾ എന്തായി, ഇത് എന്ന് പറയുന്നത് ഈ നമ്മളൊരു കോമ്പൗണ്ട് എഴുതി ഇതിൻ്റെ മുകളിൽ ഡോട്ട് ഇട്ട് ഇതിനെ പറയുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയും. ഫ്രീ റാഡിക്കൽ. അതേപോലെ തന്നെ ബിയു എന്താണ്, ഒരു ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, നമ്മളെ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുന്നത്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെറ്ററോലെപ്റ്റിക് ക്ലീവേജ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതേ നമ്മളെ സെയിം ആൾക്കാർ തന്നെ, എയും ബിയും. ഇവിടുത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കും എൻ്റെ ഫ്രണ്ടിനും എന്താണ് ചോക്ലേറ്റ് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഈ ചങ്ങനെ കേട്ടു എനിക്ക് ചോക്ലേറ്റ് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് 1 കിട്ടി, പക്ഷേങ്കിൽ അത് പോരാ, എനിക്ക് കുറച്ച് ആർത്തിയില്ലോണ്ട് എനിക്ക് ഈ 2 എണ്ണം വേണം. എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് മാത്രം പോരാ, എനിക്ക് ഈ 2 ചോക്ലേറ്റും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇത് എൻ്റെ അടുത്തേക്ക് വലിച്ച്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ 2 ഇലക്ട്രോണും എവിടത്തേക്ക് പോയി, എയിലേക്ക് പോയി. പക്ഷെ അതങ്ങനെ വെറുതെ അപ്പോൾ എയിലേക്ക് അങ്ങനെ പോകുന്നില്ല. അത് ഏത് സാഹചര്യത്തിലാണ് സംഭവിക്കുക, എന്താ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബി. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോണ് കിട്ടാനില്ല ഒരു ആർത്തി. എനിക്ക് ചോക്ലേറ്റ് കിട്ടാൻ ആരെക്കാട്ടും കൂടുതൽ ആർത്തിയുണ്ട്, എൻ്റെ ഫ്രണ്ടിനെക്കാട്ടും കൂടുതൽ ആർത്തിയുണ്ട്. അപ്പോൾ എന്താ, ഞാൻ എന്ത് ചെയ്യും, ആർത്തി കാരണം 2 ഇലക്ട്രോൺസിന് അല്ലെ 2 ചോക്ലേറ്റിന് എൻ്റെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ എന്തായിട്ട് മാറി, ഈ 2 ഇലക്ട്രോൺസ് വരുന്നതോട് കൂടിയിട്ട് ഇവിടെ എന്ത് സംഭവിച്ച്, ഇവിടെ ഒരു മൈനസ് ചാർജ് വന്ന്, 2 ഇലക്ട്രോൺ കിട്ടുന്ന അർത്ഥം ഇങ്ങോട്ടെ എക്സ്ട്രാ മൈനസ് ചാർജ് പ്ലസ്. ഇത് ആക്ച്വലി ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് പോയ സ്ഥിതിക്ക് ഇപ്പോൾ എന്തായി, ഈ 2 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു കോവാലൻ ബോണ്ടിലാണ് നിൽക്കുന്നത്.
ഇത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഈ എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ ഈ രണ്ടും ശരിക്കും ഒരു ന്യൂട്രൽ കോമ്പൗണ്ടായിട്ട് ആയിരുന്നു നിൽക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പ്ലസ് മൈനസ് ചാർജ് ഒന്നുമില്ല, സീറോ ആണ് ഇതിൻ്റെ എന്താ പറയുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ രണ്ട് ഇലക്ട്രോണും പോയി, ചെങ്ങൈൻ്റെ ഇലക്ട്രോണും പോയി, ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണും പോയി, എ കാരണമില്ല. അപ്പോൾ എന്താ ഇത് മാറി, ഇതൊരു പ്ലസ് ചാർജ് വന്ന്. അതേപോലെ തന്നെ ഇവിടെ വേറെ സംഭവിക്കാൻ പറ്റുന്ന ചാൻസ് എങ്ങനെയാണ്, എ ബി ഇത് ബിയിലേക്ക് വന്ന്. അതെപ്പോൾ സംഭവിക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എ. അതെങ്ങനെയാണ് സ്ഥിതി, എനിക്ക് ചോക്ലേറ്റിനോട് ഇതുണ്ട്, പക്ഷേ എങ്കിൽ എന്താണ് ഈ ചങ്ങൈക്ക് അതിലും വലിയതാ എന്താ പറയുക, ഇനി പൗഡർ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നാൽ രണ്ട് ചോക്ലേറ്റ് എൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി. അന്നേരം എന്ത് സംഭവിച്ചു, ഇവിടെ എന് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ട് പ്ലസ് ചാർജ് വന്ന്, ബീന് എന്താ വന്ന് മൈനസ് ചാർജ് വന്ന്. അപ്പോൾ ഈ എ മൈനസ് അല്ലെങ്കിൽ ഈ ബി മൈനസ് എല്ലാം പറയുന്നത് എന്താ, ഇതിന് പറയുന്ന പേരാണ് കാർബാനയോൺ. നമ്മൾ ഈ ആനയോൺ എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ചാർജിനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇവിടെ നിന്ന് സംഭവം ബി പ്ലസ് അല്ലെ എ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, റൗണ്ട് ഇടാറുണ്ട് നമ്മൾ ഈ ചാർജിൻ്റെ ഇട. പിന്നെ കാർബോ കാറ്റയോൺ എന്നാണ് പറയാം, കാർബോ കാറ്റയോൺ. കാറ്റയോൺ സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, റിയാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ വഴിയാണ് എന്ത് സംഭവിക്കുക, റിയാക്ഷനെല്ലാം സാധ്യത തെളിയുന്നത്. അപ്പോൾ ഇത് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ ബേസിക്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിൽ ഇനിയിപ്പം കുറച്ച് എന്താ പറയുക എഫക്ട്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഒന്ന് മറ്റേന്ന് പറയാം ഹോമോലിസിസ്, ഹെട്രോലിസിസ്, കാർബോകാറ്റയോൺ, കാർബാനിയോൺ, പിന്നെ ഫ്രീ റാഡിക്കൽ. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് നമ്മൾ ഇനി കുറച്ച് കലാപരിപാടികൾ ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ എന്താണ് ഐറ്റമാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയും. ഇത് രീതിക്ക് പറയുകയാണെങ്കിൽ ഒരു പിടിച്ചു വലിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ്. നമ്മൾ ഈ കമ്പ് വലിയിലെല്ലാം കാണുന്ന പോലെ എന്താണ് നമ്മളിങ്ങനെ രണ്ട് സൈഡിലും പിടിച്ചു വലിക്കും. ഇയാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും, ഇയാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു. എന്ന രീതിയിൽ ഏത് ടീമിനെ ശക്തി കൂടുതൽ, എന്തായാലും ഏതെങ്കിലും ടീം എന്താ പറയുക വിജയിച്ച് പ്രഖ്യാപിക്കണമല്ലോ. അപ്പോൾ എന്തായാലും സംഭവിക്കുക, ഇതിൽ ഒരു ടീമിന് ശക്തി കൂടുതലായിരിക്കും, സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്താവും, അവരുടെ അടുത്തേക്ക് എന്ത് വരും, ഈ റോപ്പ് വന്നിട്ട് അവർ കളി ജയിക്കും. അതല്ല അതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ കാർബൺ ആറ്റംസിനെ ഒരു ചെയിൻ വെച്ചിട്ടാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഹാലജൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ പീരിയോഡിക് ടേബിളിൽ കാർബണ്, പിന്നെ എന്താണ് നൈട്രജൻ, ഓക്സിജൻ, പിന്നെ ഫ്ലൂറിൻ. ഈ ഫ്ലൂറിനാണല്ലോ ഈ ഹാലജൻ ഫാമിലിയിൽ വരുന്നത്, ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണ്, വെൻ ഗോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. അതാണ് നമുക്ക് അറിയുന്നൊരു കാര്യം. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒരു രീതി പറയുകയാണെങ്കിൽ ഒരു ഗ്രീഡിനെസ്, ഒരു ആർത്തിയാണ്. ഗ്രീഡ് എന്തിനില്ല, ഗ്രീഡ് ഇലക്ട്രോൺസിനില്ല. അത് എങ്ങനെയാണോ നമ്മൾ ഒരാൾക്ക് എന്താ പറയുക ചോക്ലേറ്റിനോട് ഒരു ആർത്തി ഉണ്ടാവും, അതേപോലെ ഒരു ഹാലജൻ എന്തുണ്ടാവും, ഒരു ഇലക്ട്രോൺസിനെ എക്സ്ട്രൈറ്റ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹാലജൻസിന് എന്താണ് 7 ഇലക്ട്രോൺസ് അതിൻ്റെ ഔട്ടർ 7 ഇലക്ട്രോൺസിൻ്റെ എന്തിലുണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, അത് സ്റ്റേബിളായി, ഒക്ടക്റ്റായി. അപ്പോൾ ഇത് എന്താണ്, ഇതിപ്പോൾ ഒന്നും നോക്കാനില്ല, ഇത് എങ്ങനെയെങ്കിലും ഒരു ഇലക്ട്രോണെ പിടിച്ച് കിട്ടാനാണ് ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് ഇതിൻ്റെ അടുത്തേക്ക് വലിക്കപ്പെടും. എന്ത് ചെയ്യും, വലിക്കപ്പെടുന്നില്ല, ഈ ഹാലജൻ ഇനിങ്ങനെ പിടിച്ച് വലിക്കും. അപ്പോൾ ഇനി പാർഷ്യലായിട്ട്, ഇതിന് ഫുള്ളായിട്ട് കിട്ടുമല്ലോ, പക്ഷേ പാർഷ്യലായിട്ട് എന്ത് കിട്ടും, അത് നമ്മൾ ഈ ഒരു എന്താണ് ഈ മ്യൂസിക്കിൻ്റെ പോലത്തെ സിമ്പിൾ ഉപയോഗിക്കുന്നത്, ഇതിനെന്ത് കിട്ടും, ഒരു പാർഷ്യലായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും, ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലസ് വരും, ഡെൽറ്റ പ്ലസ്. അതെന്തുകൊണ്ടാണ്, കാരണം ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായി, ഇത് ന്യൂട്രലായിട്ടിരിക്കുന്ന കോമ്പൗണ്ടിൽ കുറച്ച് നെഗറ്റീവ് ചാർജ് പോയോണ്ട് ഇപ്പോൾ എന്ത് വന്ന്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ, ഇപ്പോൾ ഇതിന് കുറച്ച് അൺസ്റ്റേബിൾ പോലെയല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും,
തൊട്ടപ്പുറത്തുള്ള കാർബണിൻ്റെ അടുത്ത് പറയും അവിടെ ഇനി കുറച്ചെന്ന് അറിയില്ല ഇലക്ട്രോൺസിനെ കുറച്ചൊന്ന് എനിക്ക് ഷെയർ ചെയ്ത് തരുമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബണ് കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കുറച്ച് ഇലക്ട്രോൺസ് അല്ല ഇലക്ട്രോൺസിൻ്റെ ഒരു സെർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യും, ഇതിനൊന്ന് ചാർജിനൊന്ന് ന്യൂട്രലൈസ് ചെയ്യേണ്ടിയിട്ട് കുറച്ചൊന്ന് കൊടുക്കും. ഫുള്ളായിട്ട് അപ്പോൾ ഇലക്ട്രോൺസിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യലല്ല, പക്ഷേ എന്ത് ചെയ്യും, കുറച്ചൊന്ന് കൊടുക്കും. അന്നേരം എന്താവും, ഇതിൻ്റെ അപ്പോൾ എന്ത് പറ്റും, ഇവിടെ ചാർജ് ന്യൂട്രലൈസ് ആയിന്ന് വരും. പക്ഷേ എന്ത് ചെയ്യാൻ പോയിക്കൂ, എന്നിട്ട് ഇതിനിവിടെ ഒരു പ്ലസ് വരും ഇവിടെ. കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് മാത്രമല്ല ഇവിടുന്ന് എല്ലാം വലിക്കുന്നുണ്ട്. അപ്പോൾ എന്താവും, ഇതിന് കൊടുത്തതും അതിനെന്താണ് ഒരു പ്ലസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതേപോലെ ഇതിന് കൊടുത്തുകൊണ്ട് 2 പ്ലസ് ഉണ്ട്. അതേപോലെ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ പിന്നെ നോക്കുന്ന സമയത്ത് ഡെൽറ്റ പ്ലസ് പ്ലസ് പ്ലസ്, ആ 3 പ്ലസ് ഇടുന്നല്ല, ഒന്ന് ഇയാൾക്ക് കൊടുക്കുന്നുണ്ട്, ഇനി ഇയാൾ വലിക്കുന്നുണ്ട്, ഒന്ന് ഇയാൾ വലിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, ഇതിന് 3 പ്ലസ് വരും, ഡെൽറ്റ പ്ലസ് പ്ലസ് പ്ലസ്. പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആഫ്റ്റർ ദ തേർഡ് കാർബൺ ദ എഫക്റ്റ് വാനിഷസ്. അതായത് നമ്മൾ ഈ 3ാമത്തെ കാർബൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈ ഒരു എഫക്റ്റ് സിഗ്നിഫിക്കൻസ് ഇല്ല എന്നാണ്. 3ാമത്തെ വരെ നമ്മളുടെ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ആയിട്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് നടക്കുന്നുണ്ടാവും. പക്ഷേ അതിന് ശേഷമില്ല കാർബണോ 4th 5th, ഇപ്പോൾ ഹെക്സൈനലാണെങ്കിൽ 6 കാർബൺ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കില്ല, അതിനൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് അത്ര പ്രയോജനം അതിനത്ര വലിയ എഫക്റ്റീവ് ഇല്ല എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റിനൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ അറിയേണ്ടത് 2 ടൈപ്പാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പിനെ പറയുന്നവരാണ് പ്ലസ് ഐ എഫക്റ്റ്. ഓക്കെ, പ്ലസ് ഐ എഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത്, കാർബൺ. ഓക്കെ, നമ്മളിതൊരു ജനറൽ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഇതിന് ആക്ച്വലി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇത് നമ്മൾ ഷോർട്ടായിട്ട് EDG എന്ന് വിളിക്കുക. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പേരിൽ അതിൻ്റെ ഇതുണ്ട്, ആ പേര് വളരെയധികം ശ്രദ്ധിക്കണം. ഡൊണേറ്റിംഗ് നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുക, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ്, ഡൊണേറ്റ് മണി ടു ദ ചാരിറ്റി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നല്ല വിശാല മനസ്കനായിട്ടുള്ള ഇത് ആക്ച്വലി ഹാലജൻസ് അല്ല, ഞാൻ ജനറലായിട്ട് ഹാലജൻസ് വിളിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ ഇറ്റ് ഇസ് ഐദർ എ ഗ്രൂപ്പ് ഓർ ആൻ ആറ്റം. ഓക്സിജൻ, സൾഫർ, കാർബണ്, വേറെ ഹൈഡ്രജന്, അങ്ങനത്തെ ഫ്ലൂറിൻ, അങ്ങനത്തെ അല്ലെങ്കിൽ CH3 COOH എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ്, OH എന്ന് പറയുന്ന ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പ്, ഏത് വണ്ടിക്ക് വരാം. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആറോ ശരിക്കും അങ്ങോട്ടേക്ക് വരും. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് ആറോ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. നമ്മൾ അടുത്ത ഒരു കേസിൽ അത് പഠിക്കും അത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇയാൾ വിശാല മനസ്കനുണ്ടെന്നാണ്, ഇയാളെ കയ്യിലുള്ള പൈസ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്തെങ്കിലും ഇയാളെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല. അപ്പോൾ എന്താണ്, നല്ല വിശാല മനസ്സാണെങ്കിലും ചങ്ങായി ഇപ്പോൾ എന്താ പറ്റി, ചങ്ങായിക്ക് എൻ്റെ മുകളിൽ ഇപ്പം പോസിറ്റീവ് ചാർജ് വന്ന് അതാണ്. അപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിക്കും, ചെറുതായിട്ടൊരു പാർഷ്യലായിട്ടൊരു നെഗറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ ഇയാൾക്ക് എന്ത് കിട്ടും, ഇയാളെടുത്തുന്നില്ലത് കിട്ടും, ഇയാളെടുത്തുന്നില്ലത് കിട്ടും. അപ്പോൾ മൈനസ് ഇയാൾക്ക് കുറച്ചും കൂടി 3 മൈനസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. സോ ദ ഹീറോ ഓഫ് ദ ഷോ ഈസ് എക്സ് എന്ന് പറയുന്ന ഹീസ് എ വെരി ജനറസ് പേഴ്സൺ. സ്വന്തം ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സാണ് നമ്മളെ എക്സിനുള്ളത്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ എഫക്റ്റ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഡയറക്റ്റ്ലി അല്ല, ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/, ഇത് എഫക്റ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കൂടുന്ന സമയത്ത് ഇത് കുറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ പീരിയോഡിക് ടേബിളിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഈ പ്ലസ് ഐ എഫക്റ്റ് കാർബൺ ആയിരിക്കും കൂടുതൽ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. കാരണം എന്താ, ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോൺസിനെ നമ്മളടുത്തേക്ക് പിടിച്ചു വലിക്കാനല്ല കഴിവല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകും തോറും ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അതായത് തൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കാനായിരിക്കും അതിന് കൂടുതൽ താല്പര്യം.
അപ്പോൾ ഈ ഓക്സിജൻ ഒന്നും എന്തുണ്ടാവില്ല, ഓക്സിജൻ എല്ലാം എന്ന് പറയേണ്ടത് ഒരു ഗ്രീഡി മൈൻഡില്ല ആൾക്കാർ. ഒരിക്കലും എന്താ പറയുക, ഇല്ല ഇലക്ട്രോൺസിനെ കൊടുക്കാനൊന്നും ഒരിക്കലും താല്പര്യം കാണിക്കാത്തൊരു ചെങ്ങയാണ് നമ്മളെ ആരെന്ന് പറയുന്നത് ഓക്സിജന്, അതേപോലെ നൈട്രജന്. ഇവർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട്, അതായത് കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ട് ഇവർക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതേസമയം ഇയാൾക്ക് എന്താ കാർബണിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്. അതേപോലെ തന്നെ കാർബണിന് മുൻപിലെ ബോറോണോ അതിലും കുറവാണ്. കാരണം അതിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്വാഭാവികമായിട്ട് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിന് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, അതാണ് അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത്. വെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് പ്ലസ് ഐ എഫക്റ്റ്, അതായത് അതിന് ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിൽ വരുന്നതെന്ന് വെച്ചാൽ ആനയോൺ ഗ്രേറ്റർ ദെൻ ന്യൂട്രൽ. ഓക്കെ ആനിയോണ് ഞാൻ പറഞ്ഞത്. ഇതെന്തുകൊണ്ട് ആനിയോൺ എന്ന് വെച്ചാൽ ആനിയോൺ ആകുമ്പോൾ ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, എക്സ്. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിപ്പോൾ ഇവരുടെ കയ്യിലൊരു 10 ഉറുപ്പ്യ ഉണ്ട്, ഇയാളുടെ കയ്യിലൊരു 20 ഉറുപ്പ്യ ഉണ്ട്. ഇയാൾക്ക് 10 ഉറുപ്പ്യ ആയാലും സന്തോഷം തന്നെ. അപ്പോൾ എന്ത് ചെയ്യൂ, ഈ 10 ഉറുപ്പ്യ എന്ന് പറയുന്നത് എക്സ്ട്രയാണ് ശരിക്കും. ഈ 10 ഉറുപ്പ്യ ഇയാൾക്കുണ്ട്, ഈ 20 ഉറുപ്പ്യ എങ്ങനെയാണ്, ഇയാൾക്കൊരു എക്സ്ട്രാ 10 ഉറുപ്പ്യ കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഇയാൾ എന്ത് തീരുമാനിച്ച്, ഈ എക്സ്ട്രാ ആയിട്ടുള്ള 10 ഉറുപ്പ്യ ഇയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടില്ല. ഇപ്പോൾ എക്സ് കാർബൺ, ഇയാൾക്കും 10 ഉറുപ്പ്യ, ഇയാൾക്കും 10 ഉറുപ്പ്യ. ഇയാൾക്ക് വേണ്ടിക്കൽ നല്ല മനസ്സാണെങ്കിൽ ഒരു 5 ഉറുപ്പ്യ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യുക സമ്മതിച്ച്, ഇയാൾക്ക് വേണ്ടിക്ക് എന്നിട്ട് 5 ഉറുപ്പ്യ ആയിട്ട് മാറാം, ഇയാൾക്ക് എന്നിട്ട് 15 ഉറുപ്പ്യ ആവും. പക്ഷേ എങ്കിൽ എന്താ, ഇതിനെക്കാട്ടും കൂടുതൽ ബെറ്റർ സിറ്റുവേഷൻ ഇവിടെ എന്നാ, ഇയാൾക്കൂടെ എക്സ്ട്രാ ആയിട്ട് പൈസ, നമ്മളെ കയ്യിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള പൈസ ഉണ്ടാകുമെന്ന് നമ്മൾ ചാരിറ്റി കൊടുക്കൂ, നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരെ സഹായിക്കും, അങ്ങനെയെല്ലാം മനസ്സുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേങ്കിൽ അങ്ങനത്തെ നല്ല മനസ്സാണ് നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ്ട്രാ ആയിട്ടുള്ള പൈസ ആർക്ക് കൊടുക്കൂ, വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കൂ. ഇയാൾക്കാണെങ്കിൽ ഇതിപ്പോൾ ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആനിയോൺ ഇൻ ടേംസ് ഓഫ് പ്ലസ് ഐ എഫക്റ്റ് ആനിയോൺ ഈസ് മോർ കമ്പയർ ടു ന്യൂട്രൽ. ന്യൂട്രലായിട്ടുള്ള ചാർജ് ഇല്ലാത്തതിനെക്കാട്ടും ഏതാ നല്ലത് ഡൊണേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺ, ആനിയോൺസ് ആണ്. അപ്പോൾ അത് എന്താണ് പ്ലസ് ഐ എഫക്റ്റിൻ്റെ കാര്യം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി ഇതിലൊരു ടോപ്പിക്കല്ല, ഇതിൽ നമ്മളെ രണ്ടാമത്തെ കാറ്റഗറി വരുന്നതാണ് മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് ഐ കണ്ട് മൈനസ് ഐ എന്തായിരിക്കും, അപ്പോൾ ഇതിന് നേരെ റിവേഴ്സ് ആയിരിക്കും. നമ്മളിപ്പം കണ്ടതിന് എല്ലാത്തിനും റിവേഴ്സ്. അപ്പോൾ ഇതിനൊരു പേരുണ്ട് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്. ആ പേരിൽ പ്രസക്തി ഉണ്ട്, ആ പേരിൽ ഏതായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ ഈ പേരിലെങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, വിത്ത്ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് 5000 ഉറുപ്പ്യ വിഡ്രോ ചെയ്തെന്ന് പറയുമ്പോൾ എന്നാ, ഇത് ബാങ്ക് ആണെങ്കിൽ ഇതിൽ നമ്മളൊരു 10K റുപ്പീസിൻ്റെ നമ്മളൊരു 5K റുപ്പീസ് നമ്മൾ എന്ത് ചെയ്ത് വിഡ്രോ ചെയ്ത്, അപ്പോൾ അതൊന്നും എന്ത് ചെയ്ത് നമ്മളടുത്തേക്ക് എടുത്ത്. അപ്പോൾ അതേ പ്രോസസ്സാണ്. അതായത് ഇവിടെ ഡൊണേഷൻ അല്ല, ഇവിടെ വിഡ്രോ അല്ല നടക്കുന്നത്. നമ്മൾ സെയിം എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ എന്താ സ്ഥിതി, ഇവിടെ ഇയാൾക്ക് എന്ത് വേണം, വിഡ്രോ ചെയ്യണം ഇലക്ട്രോൺസിന്. അപ്പോൾ എന്ത് ചെയ്യൂ, ഇതിൻ്റെ അടുത്തേക്ക് വലിക്കൂ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം. അപ്പോൾ എന്ത് വരും, ഇതിന് നെഗറ്റീവ് ചാർജ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇതിന് ഒരു പോസിറ്റീവ് ചാർജ് ആണ് പാർഷ്യലായിട്ട്, ഇതിന് 2 പോസിറ്റീവ് ചാർജ്, ഇതിന് 3 പോസിറ്റീവ് ചാർജ്. നമ്മൾ ആദ്യം കണ്ടൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി എന്താണ്, നമ്മളെ മൈനസ് ഐ എഫക്റ്റിൻ്റെ എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ, ഇവിടെ നമ്മളെ ഈ എക്സ് എന്ന് പറയുന്ന ആൾ ഗ്രൂപ്പ് ഓർ ആറ്റം ഇറ്റ് ഈസ് വെരി ഗ്രീഡി. ഇയാൾക്ക് പറ്റ എന്തില്ല, നമ്മളെ കഴിഞ്ഞില്ല ആളെ പോലെ, നമ്മളെ പ്ലസ് ഐ എഫക്റ്റിനെ പോലെ എന്തില്ല, നല്ലൊരു ജനറസ് ആയിട്ടില്ല എന്ന് പറയുക, ഒരു വിശാലമായ മനസ്സൊന്നുമില്ല. എങ്ങനെയെങ്കിലും ആർത്തിയായിട്ട് എന്ന് പറയുക, ഇല്ല ഇലക്ട്രോൺസ് പോരായിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നില്ല ഇലക്ട്രോൺസ് എന്താ പറയുക, നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, പക്ഷെ അതുപോരാ, മറ്റുള്ള ആൾക്കാരെ ഈ വിഷയമൊന്നും എന്ത് ചെയ്യണം, പൈസ അടിച്ചു മാറ്റണം. അങ്ങനത്തെ ടീംസാണ് ഏതെന്ന് പറയുന്നത്, നമ്മളെ മൈനസ് ഐ എഫക്റ്റിൽ വരുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടായിരുന്നു എഫക്റ്റിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏതായിരുന്നു, പ്ലസ് ഐ എഫക്റ്റ്. പക്ഷെ ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഗ്രീഡി എന്ന് പറയുന്ന വേർഡ് തന്നെ അതിൻ്റെ ഇതുണ്ട്, മീനിങ് ഉണ്ട്. മൈനസ് ഐ എഫക്റ്റ് നമ്മൾ അതേ ചെയ്തെടുക്കുക, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ ആയിരിക്കും കൂടുതൽ ഏത് എന്ന് പറയുന്നത്, നമ്മളെ ഈ മൈനസ് ഐ എഫക്റ്റ്, ദെൻ നൈട്രജൻ, ദെൻ കാർബൺ. കാരണം എന്താ, ഇവിടെ ഓക്സിജന് നല്ല ഗ്രീഡി ആയിട്ടില്ല ആൾ, ഇതിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനെന്തായിരിക്കും, ഇല്ല ഇലക്ട്രോൺസും പോരായിട്ട് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഇലക്ട്രോൺസ് അടിച്ചു മാറ്റിയതിന് ഇതിലേക്ക് ടെൻഡൻസി കൂടുതലായിരിക്കും. അതിലും കുറവായിരിക്കും നൈട്രജന്, അതിലും കുറവായിരിക്കും കാർബണ്.
അതുകൊണ്ട് തന്നെ എന്താ ഈ ഓർഡർ ഇങ്ങനെയാണ് വരിക. മറ്റേ കേസിൽ നമ്മൾ കണ്ടത് ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി, ഇവിടെ വരുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. ഈ ഒരു ഇത് കാരണം ഇത് എഫക്റ്റ് മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്, അതിൻ്റെ നേച്ചറും മാറുന്നുണ്ട്. ഈ ഓക്സിജന് എന്താണ് ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ പിടിച്ച് വലിക്കാൻ ഇഷ്ടമാണ്. കാർബൺ എന്താണ് പിടിച്ച് വലിക്കാൻ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടം. നമ്മൾ അതിനങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ വരുന്നത് കാറ്റയോൺ ഗ്രേറ്റർ ദാൻ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഈ ഡെൽറ്റേനെയാണ് നമ്മൾ പാർഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഇവിടെ ഇപ്പോൾ എന്താ സ്ഥിതി, ഈ കാറ്റയോണ് ഫസ്റ്റ് വരാൻ കാരണം റീസൺ ഉണ്ട്. നമ്മൾ കഴിഞ്ഞാൽ ആനയോണ് പറഞ്ഞ പോലെ ഇവിടെ ഈ കാറ്റയോൺ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരാൾ, നമ്മളെ മറ്റേ പൈസേൻ്റെ എക്സാമ്പിൾ തന്നെ, ഒരാൾ ഇപ്പം എന്താണ്, ഇയാളുടെ കയ്യിൽ 10 ഉറുപ്പ്യ ഉണ്ട്. ഇയാളുടെ കയ്യിൽ പക്ഷെ എന്തില്ല, ഒരു ഉറുപ്പ്യവും ഇല്ല. ഇയാളുടെ അടുത്ത് എന്താണ്, ഇയാൾ നോർമലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, പക്ഷേ ഇയാൾ എന്താണ് സാഡാണ്. കാരണം ഈ ചങ്ങയുടെ അടുത്ത് ഒരു പൈസയും ഇല്ല. എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ പൈസ വേണ്ടേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും എന്താ പറയുക കുറച്ച് പൈസ കിട്ടുമോ നോക്കിയിട്ട് എന്ത് ചെയ്യും, എവിടെയെങ്കിലും ആടെയില്ല സെർച്ച് ചെയ്യും. നോക്കുമ്പോൾ എന്താ ഇതാ കിട്ടി 10 ഉറുപ്പ്യ എന്ന് പറയാം. അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാനായിരിക്കും ഈ ചങ്ങനെ ശ്രമം. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവായിട്ടുള്ള ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് എന്തിനെ സൂചിപ്പിക്കുന്നത്, ലോസ് ഓഫ് ഇലക്ട്രോൺ. അതിന് ഇലക്ട്രോൺസ് കുറവുണ്ട്. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ എന്താണ്, ഇതിന് കുറവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താണ് ഒരു ഇലക്ട്രോൺ തിരിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ തിരിച്ച് പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഈ പൈസേനെ ഇലക്ട്രോണായിട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും അടിച്ചു മാറ്റാൻ നോക്കൂ. അതിന് ശേഷമാണ് ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഇതിലില്ല പോലെ ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഇല്ല പോലെ അത് സെക്കൻഡ് വരും. പിന്നെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റീവ്. ഞാൻ ഈ പറഞ്ഞ ഓർഡർ ഇവിടെയാണ് വരുന്നത്. എന്താണ് നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ആദ്യം നോക്കുക എന്താണ്, നമ്മളിപ്പം കുറേ ഈ ഒരു ഓർഡറിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 4 ഇപ്പോൾ കോമ്പൗണ്ട് തരുമ്പോൾ 1 2 3 4 എന്ത് ചെയ്യും 4 കോമ്പൗണ്ട് തരും. അതിൽ ഏതാണ് മൈനസ് ഐ എഫക്റ്റ് കൂടുതൽ കാണിക്കുമെന്ന് വെച്ചാൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഏതിലാണോ പോസിറ്റീവ് ചാർജ്. ചില കോമ്പൗണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലസ് എന്ന് പറഞ്ഞൊരു റൗണ്ട് ഇട്ടിട്ടുണ്ടാവും. ചിലത് വെറും ഒരു ഓക്സിജൻ ആറ്റം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൈട്രജൻ ആറ്റം മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലൂറിന്. ചിലതിൽ എന്തായിരിക്കും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ ഏതിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, കാറ്റയോൺ ആയിരിക്കണം. സെക്കൻഡ് ഏതിനാണ് കൊടുക്കേണ്ടത് ഓർഡർ, ഇതിനായിരിക്കണം പാർഷ്യൽ പോസിറ്റീവ്. പിന്നെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം വരുന്നത്. അന്നേരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഓർഡർ ഇവിടെ കമ്പയർ ചെയ്യേണ്ടത്. ആദ്യം എന്താണ് കാറ്റയോൺ, പിന്നെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, പിന്നെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ്. അപ്പോൾ ഇതിനെ EWG എന്ന് പറയാം. ഇതാണ് ഏതെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്ലസ് ഐ എഫക്റ്റ് മൈനസ് ഐ എഫക്റ്റ്. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി എന്താണ് ഈ സെക്ഷൻ ഇവിടെ തീർന്ന്.